ഇമ്മിണി വല്യമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നത്. അപ്പൊ കുറച്ച് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലെസൺ, അതായത് നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്ററില് അവര് ഈ വർഷം പുതിയതായി പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു നമ്പർ സിസ്റ്റമാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് ഞാൻ ഇറാഷണൽ നമ്പേഴ്സിന്റെ ബേസിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് റാഷണലൈസിംഗ് ദ ഡിനോമിനേറ്റർ. അപ്പൊ ഈ റാഷണലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ആൻ എക്സ്പ്രഷൻ is having an irrational denominator, the process of converting it into an equivalent expression with a rational denominator is known as rationalizing the denominator. Adana rationalizing the denominator inde definition. അതായത് ഒരു എക്സ്പ്രഷൻ, ഒരു p/q ഫോമിലുള്ള ഒരു എക്സ്പ്രഷൻ, അതിന്റെ ഡിനോമിനേറ്റർ അതായത് ക്യൂ ഒരു ഇറാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ എങ്ങനെ ഒരു റാഷണൽ നമ്പർ ആക്കി മാറ്റാം, അതാണ് റാഷണലൈസിംഗ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഒരു ഫ്രാക്ഷൻ്റെത് എഴുതാൻ പറ്റും. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം 1/2 എന്ന ഒരു ഫ്രാക്ഷന് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ഈക്വലന്റ് ഫ്രാക്ഷൻസ് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വി ക്യാൻ മൾട്ടിപ്ലൈ ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ 2. 1 × 2 2, 2 × 2 4. ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ടിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 3, 2 × 3 6. അങ്ങനെ നമുക്ക് by multiplying the numerator and denominator by the same non-zero integer, we can obtain equivalent rational numbers, or equivalent fractions can be obtained by multiplying the numerator and denominator of a fraction by natural numbers starting from 2. That is the definition of equivalent fractions or equivalent rational numbers. Now see the first example. ഇവിടെ ഞാൻ ഒരു 8 ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ റാഷണലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം 10th നമുക്ക് ഇപ്പോ ട്രിഗ്നോമെട്രി എന്ന ലെസണിലൊക്കെ നമുക്ക് ആൻസർ ചിലപ്പോ ഇറാഷണൽ ഡിനോമിനേറ്ററിന്റെ ഒരു ആൻസർ കിട്ടിയാൽ അതൊരു സ്റ്റാൻഡേർഡ് ഫോം അല്ല ശരിക്കും. അതിനെ റാഷണലൈസ് ചെയ്ത് വേണം ലാസ്റ്റ് ആൻസർ എഴുതാൻ വേണ്ടി. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 1/√2. അപ്പൊ 1/√2. √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ്. എന്ത് വേണമെന്ന് വിചാരിച്ചാൽ ഇവിടെ √2 ആണ് irrational denominator. So we have to multiply both the numerator and the denominator by this irrational number. So 1 × √2 is √2 and √2 × √2 is 2. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു √x × √x is x. So this is the answer, or this is an equivalent number whose denominator is a rational number. In the question it was irrational. Convert ചെയ്തു. This is the answer. And the second one, 5/2√3. 5/2√3 is the second question. And here please see, ഇവിടെ 5/2√3. 2√3 ആണ് ഡിനോമിനേറ്റർ. 2√3 √3 മാത്രമാണ് ഇറാഷണൽ പാർട്ട്. So we have to, this is 2 × √3. into ആവുമ്പോൾ നമുക്കിവിടെ ഇറാഷണൽ പാർട്ട് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. So 5 × √3 is 5√3 by 2 × 2 അവിടെ നിൽക്കട്ടെ. √3 × √3 is 3. Then 2 × 3 is 6. And here in the question it was 2√3 which is irrational and converted into 6 which is rational. And the next question,
Next is 7 by root 50. 7 by root 50. And please see, this is an irrational number, but this is a mixed surd. അതായത് ഒരു റാഷണലും ഇറാഷണലും കൂടിയ ഒരു മിക്സ്ചർ ആണ് ഈ നമ്പർ. ആൻഡ് ഹിയർ നോ, ദിസ് ഇസ് എ പ്യുവർ റാഡിക്കൽ. But 50 we know that this is a composite number which may be written as a perfect square into a prime number. ഈ 7 by root 50 നെ നമുക്ക് 7 by root of 25 into 2 എന്ന് എഴുതാൻ പറ്റും. 25 is a perfect square. So we can write it as, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, root of AB is root A into root B. It is root 25 into root 2. So this is 7 by root 25 is 5 root 2. And 7 by root 50, now we have converted this pure surd into a mixed surd as 5 root 2. Then we have to rationalize. 5 root 2. Irrational part is root 2. ചില കുട്ടികൾ വിചാരിക്കും root 50 into root 50. ഇവിടെയും root 50. അതിന്റെ ആവശ്യമില്ല. ഇതിനെ നമുക്ക് മിക്സ്ഡ് സൈഡ് ആക്കി ഇറാഷണൽ പാർട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. സോ 7 into root 2 is 7 root 2 divided by root 2 into root 2 is 2. Then 5 into 2 is 10. This is the equivalent number for the 7 by root 50 has converted into 7 root 2 by 10. Root 50, which is an irrational number, has changed into a rational denominator. So this is the meaning of rationalizing the denominator. And all these denominators have rationalized. Root 2 into 2, 2 root 3 into 6, and root 50 into 10. Rationalized. So we'll continue the fourth question. I think, is it clear? Okay. Then the fourth question is question number 4. It is 30 by 5 root 3 minus 3 root 5. This is the question. 30 by 5 root 3 minus 3 root 5. 5 root 3 means 5 into root 3. 3 root 5 means 3 into root 5. And ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ ഒരു നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിയർ there are 2 terms. ഇതൊരു ബൈനോമിയൽ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആണ്. 2 terms ഉണ്ട്. ടേംസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ സൈൻ കൊണ്ടോ സബ്ട്രാക്ഷൻ സൈൻ കൊണ്ടോ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈച്ച് പാർട്ട് ഈസ് കൺസിഡേർഡ് ആസ് ടേംസ്. അപ്പൊ ഇവിടെ 2 ടേംസ് ഉണ്ട്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ബൈ the conjugate of this denominator. Conjugate. The term conjugate means ഇവിടെ പ്ലസ് ആണെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, ഇവിടെ മൈനസ് ആണെങ്കിൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ആയിരിക്കും. ഇവിടെ പ്ലസ് ആണെങ്കിൽ കോൺജുഗേറ്റ് വിൽ ബി മൈനസ്. സൈൻ മാറ്റണം. In between, what is the sign that is to be changed? We'll get the conjugate of that surd. അതാണ് കോൺജുഗേറ്റിന്റെ മീനിങ്. അപ്പൊ നമ്മൾ തന്ന എക്സ്പ്രഷൻ അതുപോലെ എഴുതി. ഇനി ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 5 root 3 minus 3 root 5. 5 root 3 minus 3 root 5. Conjugate is 5 root 3 plus 3 root 5. And here also 5 root 3 plus 3 root 5. This is the first step. We have multiplied both the numerator and the denominator by the conjugate of the denominator. Then we'll write ഇവിടെ here നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, കാര്യം ഞാൻ പറയാം. 30 into ന്യൂമറേറ്റർ നമ്മൾ അതുപോലെ എഴുതുന്നു by here. When we multiply the denominator by its conjugate, always we get, this is of the form a minus b into a plus b. എപ്പോഴും അങ്ങനെ ആയിരിക്കും ഡിനോമിനേറ്റർ. സപ്പോസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ മൈനസ് കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴും a minus b into അല്ലെങ്കിൽ a plus b into a minus b or a minus b into a plus b, which is the third identity formulaയിരിക്കും എപ്പോഴും ഡിനോമിനേറ്റർ if you multiply by the conjugate surd. So this is of the form a minus b into a plus b. We know that it is a square minus b square. 5 root 3 square minus 3 root 5 square.
which is equal to 30 into 5 root 3, 30 into 5 root 3 plus 3 root 5 divided by, what is 5 root 3 whole square? 5 root 3 whole square is AB raised to m. You have studied the laws of exponents from 7th onwards. 7th class മുതലേ നമ്മൾ laws of exponents പഠിക്കുന്നുണ്ട്. 6 laws ആണ് അപ്പോൾ പഠിച്ചത്. So this is of the form AB raised to m. It is A raised to m into B raised to m. 5 square into root 3 square. 5 square is 25. Root 3 square is 3. 25 into 3 is 75. Minus 3 root 5 square is 3 square into root 5 square. 3 square is 9. Root 5 square is 5. Then 9 5s are 45. So this is equal to 30 into 5 root 3 plus 3 root 5 divided by 75 minus 45 is 30. That's why I have told you not to multiply here, not to use the distributive property, because we can cut this 30 and 30. So the answer is 5 root 3 plus 3 root 5. And your question was to rationalize the denominator. So any number can be written with denominator 1 if you want. So 5 root 3 plus 3 root 5. Here we get 30 by 30 is 1 by 1. So we get the denominator as 1, which is a rational number. അപ്പോൾ ഈ വലിയൊരു ഡിനോമിനേറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റി, 1 ആക്കി മാറ്റി, which is rational. And this was an irrational denominator. ഇതാണ് rationalizing the denominator. So I think this also is clear. Then we'll do the next. Next, additionum subtraction ഒന്നിച്ച് വരുന്നതാണ്. Having 3 expressions combination. 3 expression combination ആണ് next question. And I'll write the question first. Fifth question is root 2 by, this is to simplify, root 2 by root 5 plus 2 minus 2 by root 10 minus 2 root 2. Root 10 minus 2 root 2. And the last one is plus 8 by root 2. And 3 expressions, 1, 2, 3, this is to be subtracted and this is to be added. And what to do is, ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നാൽ കുട്ടികള് ഒന്നിച്ചങ്ങ് എഴുതും, അപ്പൊ ശ്രദ്ധിക്കാണ്ട് എഴുതും. ബെറ്റർ നമ്മൾ ഓരോ എക്സ്പ്രഷൻ എടുത്ത് റാഷണലൈസ് ചെയ്ത് ലാസ്റ്റ് ആൻസേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കും നല്ലത്. സോ ഫസ്റ്റ് വിൽ കൺസിഡർ ദിസ് എക്സ്പ്രഷൻ. root 2 by root 5 plus 2 is to be rationalized first. Listen, this is a third whose conjugate is to be taken. Appa root 5 plus 2 inde conjugate ennu parnal root 5 minus 2. And numerator already here root 2, pinne same number kondu multiply cheyanam. Root 5 minus 2 is equal to, let's remove the bracket. Root 2 into root 5 is root 10 minus root 2 into 2 is 2 root 2 divided by, this is a plus b into a minus b, as I have told you earlier. എപ്പോഴും അങ്ങനെയായിരിക്കും. അപ്പൊ root 5 into root 5, root 5 square minus 2 square, a square minus b square, which is equal to root 10 minus 2 root 2 divided by root 5 square is 5, 2 square is 4, it is 5 minus 4, and we get the answer as 10 minus 2 root 2 by 1 is 10 minus 2 root 2. We got that, sorry, it is root 10. Root 10 minus 2 root 2. And we'll simplify the second one. Second expression is 2 by root 10 minus 2 root 2. And by which expression we have to multiply here to rationalize? Here it is root 10 minus 2 root 2. So root 10 plus 2 root 2. And here also root 10 plus 2 root 2. And 2 into root 10 is 2 root 10. Okay, then plus 2 into, or we'll do it last. Very കാര്യമുണ്ട് ഞാൻ പറയാം. 2 into root 10 plus 2 root 2 ഞാൻ അതുപോലെ എഴുതാം. I am not using the distributive property here. I'll say the reason later.
And here a minus b into a plus b. It is root 10 square minus 2 root 2 square. A square minus b square is equal to 2 into root 10 plus 2 root 2 divided by, what is root 10 square? It is 10. Root 10 square is 10. 2 root 2 square. 2 square into root 2 square. 2 square is 4. Root 2 square is 2. 4 into 2 is 8. We get like this. So this is equal to 2 into root 10 plus 2 root 2 divided by 10 minus 8 is 2. So we can cut these 2. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം 2 and 2 got cancelled. We got it as root 10 plus 2 root 2. It is equal to, okay, I'll write it, root 10 plus 2 root 2. I think it is clear. So first answer I'll keep here, root 10 minus 2 root 2. And second, root 10 plus 2 root 2. I'll keep it here. Root 10 minus 2 root 2 was the first expression's answer, and this is root 10 plus 2 root 2. Root 10 plus 2 root 2. Let it be there. And the last one. Last one is 8 by root 2. That also is to be simplified. And 8 by root 2 easy ആണ് simplify ചെയ്യാൻ. കാര്യം denominator ഒരു single irrational number മാത്രമേ ഉള്ളൂ. So we have to multiply both the numerator and the denominator by root 2 only. We get it as 8 root 2 by root 2 into root 2 is 2. So 8 and 2. We can cut. 8 by 2 is 4. We got the third answer as 4 root 2. Then let's combine. First answer 10 minus 2 root 2. Sorry, root 10 minus 2 root 2. Then minus, ഇവിടെ minus ആണ്, minus of, you have to put a bracket, root 10 plus 2 root 2, and the third answer is plus 4 root 2. And let's simplify this. മൂന്ന് answers നമുക്ക് കിട്ടി. ഇതെല്ലാം by 1 ആണ്. So root 10 minus 2 root 2, minus of root 10 is minus root 10. Then minus of plus 2 root 2 is minus 2 root 2. And the last is plus 4 root 2. And root 10 minus root 10. Additive inverses. Minus 2 root 2 minus 2 root 2 is minus 4 root 2. Minus 4 root 2 plus 4 root 2 is 0. The answer is, the whole answer is 0. This is to simplify after rationalizing the denominator. That was the question. And this was the first simplification. Second, and 4 root 2 was the third. We have combined all these three answers. Then we got the answer as 0. Okay. And the sixth one. Sixth question. That is, if x is equal to 1 by 3 minus 2 root 2 and y is given as 1 by 3 plus 2 root 2. You are asked to find x plus y plus xy. X is given, y is given. You have to find the value, evaluate x plus y plus xy. For this, first of all, we have to rationalize the denominator of both. രണ്ടിനെയും rationalize ചെയ്ത് എഴുതണം. അപ്പോൾ x equal to 1 by 3 minus 2 root 2 നമ്മൾ rationalize ചെയ്യാൻ പോവാം. Okay, 3 minus 2 root 2 ആണ് denominator. ഇതിന്റെ conjugate 3 plus 2 root 2. 3 plus 2 root 2. 1 into 3 plus 2 root 2 is 3 plus 2 root 2. Divided by 3 square minus 2 root 2 square. A square minus b square is equal to 3 plus 2 root 2 divided by 3 square is 9. 2 root 2 square. 2 square is 4. Root 2 square is 2. 4 2s are 8. So we got the answer as 3 plus 2 root 2 as the first answer. By 1 we can write. By 9 minus 8 is 1. Okay. And y. Y is 1 by 3 plus 2 root 2. So we have to multiply both by 3 minus 2 root 2. And here also 3 minus 2 root 2.
1 into 3 minus 2 root 2 is 3 minus 2 root 2 divided by denominator same. Here a minus b into a plus b, here a plus b into a minus b. Both a square minus b square. Into a square minus b square ആണ്. So we get the second simplified form as 3 minus 2 root 2 by 3 square is 9. 2 root 2 square is 8. It is 9 minus 8. So we get the answer as 3 minus 2 root 2 by 1 is 3 minus 2 root 2. Now what happened? We got the value of x as 3 plus 2 root 2 and the value of y as 3 minus 2 root 2 after rationalizing. So we have to find this value x plus y plus xy. X is this, y is this. I'll write it. Therefore, x plus y plus xy is equal to 3 plus 2 root 2 plus y is 3 minus 2 root 2 plus xy. Xy is the product of these two plus 3 plus 2 root 2 into 3 minus 2 root 2. This is x, this is y and this is x into y. X plus y plus xy. Now, when we add these two, plus 2 root 2 and minus 2 root 2, that cancels. 3 plus 3, 6. Let it be there. And this is a plus b into a minus b form. It is 3 plus 3 is 6. Plus a plus b into a minus b is a square. 3 square minus 2 root 2 square. That is 9 minus 8. It is 1. So the answer is 7. 3 plus 3 is 6. And this is a plus b into a minus b, which is a square minus b square. 3 square minus 2 root 2 square is 9 minus 8, which is 1. So we get 6 plus 1 is equal to 7 is the answer for this question. This is evaluate. If x equal to this, y equal to this, evaluate x plus y plus xy. There are many types of questions based on the rationalization. And if you have any doubt, you may comment. അപ്പോൾ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ സെവൻത് ക്വസ്റ്റ്യൻ ഇസ് പ്രൂവ് ദാറ്റ്. ഇങ്ങനെയും വരും. 1 by prove that 1 by 3 plus root 7 plus 1 by root 7 plus root 5 plus 1 by root 5 plus root 3 plus 1 by root 3 plus 1 is equal to 1. ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് റാഷണലൈസ് ചെയ്ത് ഇതെല്ലാം ആഡ് ചെയ്താൽ അതിന്റെ സം 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി റാഷണലൈസ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ. ഇതിനെ ആദ്യം നമ്മൾ റാഷണലൈസ് ചെയ്യും. 1 by 3 plus root 7. We have to multiply by the conjugate 3 minus root 7 is equal to, ഇപ്പൊ എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവും അല്ലെ? ഓക്കെ. Then it is 1 into 3 minus root 7 is 3 minus root 7 divided by, it is 3 square minus root 7 square is equal to 3 minus root 7 divided by 3 square is 9, root 7 square is 7, 9 minus 7 is 2. It is first. Then second, 1 by root 7 plus root 5, its conjugate is root 7 minus root 5. And here also root 7 minus root 5. Okay, 1 into is the same, root 7 minus root 5 divided by, here a plus b into a minus b. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആയി ഉണ്ടാവും, സിമ്പിൾ ആയിട്ട് എഴുതാൻ പഠിച്ചു. അപ്പോൾ root 7 square minus root 5 square is 7 minus 5. Root 7 square is 7, root 5 square is 5, 7 minus 5. So the answer is root 7 minus root 5 by 7 minus 5 is 2. And the third one, 1 by root 5 plus root 3. So, by which expression you have to multiply? Conjugate. Root 5 minus root 3. Root 5 minus root 3. 1 into root 5 minus root 3 is root 5 minus root 3. Then, this is again a plus b into a minus b. It is 5 minus 3. Root 5 square is 5. Root 3 square is 3. 5 minus 3 is equal to root 5 minus root 3 divided by 2. Third, and one more is there to simplify. That is 1 by root 3 plus 1.
So by which one? Root 3 minus 1 is the conjugate. Root 3 minus 1. 1 into root 3 minus 1 is root 3 minus 1. By, this is root 3 square minus 1 square. Root 3 square is 3. 1 square is 1. 3 minus 1 again is 2. Root 3 minus 1 by 2. We got the 4 expressions rationalized. 1, 2, 3, 4. Then just add these 4. Okay. I'm going to rub this. The answers are there. The rationalized forms are there. So, we have to add these. Okay. Let's add. LHS. Left hand side. LHS is equal to 3 minus root 7 by 2 plus 3 minus root 7 by 2 plus root 7 minus root 5 by 2 plus root 5 minus root 3 by 2 plus root 3 minus 1 by 2. Okay. Now we see that all the denominators are the same, which is 2. Ellam 2 ആണ്. Then this is a common denominator. As a common denominator, we can write all this. Then 3 minus root 7 plus, combine the numerators. Root 5 minus root 3 plus root 3 minus 1. എല്ലാ ന്യൂമറേറ്റേഴ്സും കമ്പൈൻ ചെയ്തു. ഇനി നോക്കൂ, minus root 7 plus root 7, additive inverses, minus root 5 plus root 5, minus root 3 plus root 3. എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. Now what remains? 3 and minus 1 is equal to 3 minus 1 by 2. 3 minus 1 is 2. It is 2 by 2, which is equal to 1, which is equal to RHS. എന്തൊരു സന്തോഷം. LHS സിംപ്ലിഫൈ ചെയ്ത സമയത്ത് 1 കിട്ടി, RHSും 1 തന്നെയാണ്. സോ എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് മാത്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്. അതേപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുമാണ് മാത്സ്. സോ വി ഗോട്ട് ദി LHS ആൻഡ് ദി RHS ആർ ദ സെയിം. ആൻഡ് 1 more is there. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. സോ വിൽ ഡു ദ ലാസ്റ്റ് വൺ, 8th ക്വസ്റ്റ്യൻ. ഇനിയും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു മേ message. About find A and B if root 5 plus root 3 by root 5 minus root 3 is equal to A plus B root 50. ഇതിന്റെ value in terms of A and B it is given. You are asked to find the values of A and B. So we'll start the 8th question. Root 5 plus root 3 given root 5 plus root 3 divided by root 5 minus root 3 is equal to A plus B root 15. Find A and B. What is A and what is B? So we have to rationalize. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇറാഷണൽ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ അത് റാഷണലൈസ് ചെയ്തിട്ട് ബാക്കി കാര്യം. ഓക്കെ, and this is an irrational denominator which is to be rationalized. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്താ? root 5 minus root 3's conjugate is root 5 plus root 3. ഇവിടെ എന്താണെന്നൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ഏതാണോ അതുകൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. സോ root 5 plus root 3 is equal to, this is of the form A plus B into A plus B. It is A plus B whole square. So we can write this as root 5 plus root 3 whole square. Divided by, ഇതിന് പറയേണ്ട കാര്യമില്ല, A minus B into A plus B form A square minus B square. Root 5 square minus root 3 square. And we have to expand this. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. Okay, and how can you expand this? A plus B whole square is A square plus 2AB. 2 into root 5 into root 3 divided by, this is A square minus B square. Root 5 square is 5, root 3 square is 3. We get this. Any is equal to root 5 square is 5. 2 into root 5 into root 3 is, root 3 square is A square plus 2AB plus B square. Root 3 square also is there. Okay. Then root 5 square is 5. 2 into root 5 into root 3 is 2 root 15 plus root 3 square is 3
divided by 5 minus 3 is 2. So we get the answer as, ഈ 5 ഉം 3 നമുക്ക് കമ്പൈൻ ചെയ്യാം. 5 plus 3 is 8. 8 plus 2 root 15 divided by 2. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുറെ കുട്ടികൾ ഇതുവരെയെല്ലാം ചെയ്യും, പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് തെറ്റിക്കും. അതെങ്ങനെയാന്ന് വിചാരിച്ചാല് ഈ 8 ഉം 2 അങ്ങ് കട്ട് ചെയ്യും. Please don't do that. This 2 is a common denominator of 8 and 2 root 15. ഇതൊരു കോമൺ പ്രോപ്പർട്ടി ആണ്. രണ്ടിന്റെയും കൂടി ഡിനോമിനേറ്റർ ആണ് ഇത്. അപ്പൊ ഒന്ന് മാത്രം എങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം. സോ വാട്ട് ടു ഡു ഈസ്, ഇതുവരെ നമുക്ക് കിട്ടി. Then we have to simplify this. Okay, we got the answer as 8 plus 2 root 15 by 2. And from this numerator we take 2 as a common factor. ഈ 8 നും 2 root 15 നും 2 common. Then 8 ന്ന് 2 പുറത്തേക്ക് എടുത്താൽ or divide. Taking outside means division. 8 divided by 2 is 4. Then 2 root 15 divided by 2 is root 15. Divided by 2 is already there. 2. And this 2 and this 2. ഇപ്പോൾ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടുന്ന് കട്ട് ചെയ്തൂടാ. So we got the answer as what? 4 plus root 50. ഇതെന്താണെന്നാ പറഞ്ഞേ? Given a plus b root 15 is equal to 4 plus root 50. And what is a, what is b? We can compare. On comparing the coefficients, root 15 we can write as 1 root 15. 1 into root 15 and root 15. So I have written instead of root 15 as 1 root 15. Appa a plus b root 15 is 4 plus 1 root 15. So a is equal to 4 and b is equal to 1. A is equal to 4, b is equal to 1. This is the answer. This type on the NCERT text illa, but idakke examine choikkan chance ulla question aanu. Iniyum higher level questions orupaadundu. And if you have any doubt, as I have told you, you may message. And please subscribe the channel and enable the bell icon. Okay. Keep watching. Thank you. See you in the next episode.